ഹായ് ഗീസ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിലും അല്ലാതെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാപ്പിക്കുട്ടനെ കുളിപ്പിക്കാൻ നേരത്ത് തേക്കുന്ന എണ്ണ ഏതാണെന്ന്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണിത്. ഞാനും ഹാപ്പിക്കുട്ടനും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓയിലാണ്. ഇതിപ്പം ഓയിൽ യൂസ് ചെയ്ത് ഇതിൽ എല്ലാം പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? ദിനേശവല്യാതി കേരം. പിഗ്മെന്റേഷൻ, കറുത്ത പാടുകൾ, മുഖക്കുരു വന്ന പാടുകൾ, പിന്നെ ചുളിവുകൾ, അതൊക്കെ മാറ്റി യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ശാന്തിഗിരിയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ശാന്തിഗിരിയുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ശാന്തിഗിരിയുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എരിക്കിൻ വേര്, കൊന്നത്തൊലി, അരയാൽ, പേരാൽ, അത്തി, ഇത്തി എന്നൊക്കെ പറയുന്ന സംഭവം കൊണ്ടുള്ള വരട്ട് മഞ്ഞൾ, നാൽപ്പാമരപ്പട്ട, പിന്നെ മഞ്ചിഷ്ട, അങ്ങനത്തെ കുറച്ച് സ്കിൻ ബ്രൈറ്റൻ ആക്കുന്ന ഇൻഗ്രീഡിയൻസുകളെല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ദിനേശവല്യാതി ഓയിൽ. നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുഞ്ഞു പിള്ളേർക്ക് യൂസ് ചെയ്യുന്നതാണ് ദിനേശവല്യാതി ഓയിൽ എന്ന് പറയുന്നത്. ദിനേശവല്യാതി തൈലമാണ് മുതിർന്നവർക്ക് യൂസ് ചെയ്യുന്നത്. എങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നതും ഈ ഒരു പ്രൊഡക്റ്റാണ്. ദിനേശവല്യാതി ഓയിലാണ്. ഓയിലെന്ന് പറയുമ്പം കേരം, വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ പറയും. ദിനേശവല്യാതി വെളിച്ചെണ്ണ, ദിനേശവല്യാതി കേരം, അങ്ങനെയൊക്കെ ഓരോ കമ്പനിക്കാരും അങ്ങനെ മാറ്റി പേരിടും. അപ്പം ഇതാണ് ഈ ഒരു സംഭവം. ഇതാണ് ദിനേശവല്യാതി കേരത്തിൻ്റെ ബോട്ടിൽ വരുന്നത്. അപ്പോൾ ഇത് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കളറ് റെഡ് കളറാണ്, ഒരു നല്ല ചുവന്ന കളർ, അതായത് ഒരു ബ്ലഡിൻ്റെ കളറാണ് ഇതിനുള്ളത്. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ പല ബ്രാൻഡുകാരും ഇതിൽ ഡാർക്ക് കളറ്, ഇതിൻ്റെ ലൈറ്റ് കളറ്, അങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് ഇറക്കാറുണ്ട്. ഒന്ന് രണ്ട് ചേരുവകളുടെ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ കളർ വ്യത്യാസമൊക്കെ കാണുന്നത്. കളർ വ്യത്യാസം ഈ എണ്ണയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഗുണങ്ങളിൽ വ്യത്യാസമൊന്നും കാണത്തില്ല, ഒരുപോലെ തന്നെയായിരിക്കും ഗുണങ്ങളുണ്ടാകുന്നത്. എന്നിരുന്നാലും നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ സ്കിൻ ഉള്ളവരാണ് ഓയിലുകൾ യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നുകാർ അധികം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിമ്പിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല ബെസ്റ്റ്. ഇത് യൂസ് ചെയ്യേണ്ടത് എന്നും വൈകുന്നേരം കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ഇത് നമ്മുടെ സ്കിന്നിൽ തേച്ച് വെച്ചതിന് ശേഷം കുളിക്കുന്നതായിരിക്കും ബെറ്റർ. വൈകുന്നേര സമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായ സമയം. ഹാപ്പിക്കുട്ടൻ ജനിച്ച സമയത്ത് നമ്മൾ വാങ്ങിയതല്ല, നമുക്ക് ആയിരുന്നു പ്രസവാനന്തര ചികിത്സയ്ക്കായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ കൊല്ലം ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം അങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് കിട്ടിയിരുന്നത് നാൽപ്പാമരാതി തൈലമാണ്. അപ്പോൾ അത് തേച്ചിട്ടാണ് ഹാപ്പിക്കുട്ടനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ബോട്ടിലെ എണ്ണ തീർന്നപ്പോഴത്തേനും ഞങ്ങൾ എണ്ണ മാറ്റി ഈ ഒരു ദിനേശവല്യാതി ഓയിലിലേക്ക് ഞങ്ങൾ മാറുകയാണ് ചെയ്തത്. കാരണം ദിനേശവല്യാതി ഓയിൽ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ, അതായത് എൻ്റെ അനിയത്തി ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പം മുതൽ കുഞ്ഞും അമ്മയും എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓയിലായിരുന്നു. അപ്പോൾ ഞാനും യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. കോട്ടക്കലിൻ്റെ ആയിരുന്നു അവരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കോട്ടക്കൽ ആയുർവേദശാലയുടെ ദിനേശവല്യാതി ഓയിൽ ഹാപ്പിക്കുട്ടന് വേണ്ടിയിട്ടും വാങ്ങി യൂസ് ചെയ്തു. പക്ഷേ ഈ ഒരു കളറല്ലായിരുന്നു അതിനുള്ളത്, ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളറായിരുന്നു അതിനുള്ളത്. അപ്പം അത് തേച്ചപ്പം ഹാപ്പിക്കുട്ടന് വീണ്ടും ഡാർക്കായിട്ട്, സ്കിൻ ബ്രൈറ്റനിൽ നിന്നും ഡാർക്കായിട്ട് പോയി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓയിൽ മാറ്റി ഈ ഒരു ശാന്തിഗിരിയുടെ ദിനേശവല്യാതി ഓയിൽ വാങ്ങി യൂസ് ചെയ്ത്. അപ്പം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓയിലാണ്. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പം പാച്ച് ടെസ്റ്റൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ നമ്മുടെ ഹോർമോൺ ചേഞ്ച് മൂലമൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തൊക്കെ കറുത്ത കളറുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട്
ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നാൽപ്പാമരാതി തൈലത്തിൻ്റെ അതേ ഒരു ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ഓയിൽ തേക്കുമ്പോഴും നമുക്കുണ്ടാകുന്നത്. സ്കിന്നിലുണ്ടാകുന്ന ഇറിറ്റേഷൻസും ഇൻഫെക്ഷൻസൊക്കെ മാറ്റുകയും കൊതുക് കടിക്കുമ്പോഴുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റാനും ഈ ഒരു ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിന് 200 ml റേറ്റ് മാഞ്ഞു പോയിട്ടുണ്ട്. റേറ്റ് മാഞ്ഞു പോയി 200 രൂപയിൽ താഴെയാണ്. അതായത് എനിക്ക് തോന്നുന്നു 180 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം കുഞ്ഞു കുട്ടികളുള്ളവരും മുതിർന്നവരും ഈ ഒരു ഓയിൽ വിൽക്കാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു ഓയിൽ വാങ്ങി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.